ഇന്ത്യയിലെ മാനേജ്മെന്റ് പരിശീലന രംഗത്ത് അതിശ്രേഷ്ഠമായ വ്യക്തിമുദ്ര പതിപ്പിച്ച മലയാളി. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ബിസിനസ് സ്കൂളുകളിലൊന്നായ സേവിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് ആൻഡ് ഓൺട്രപ്രണർഷിപ്പ് സൈം എന്ന മാനേജ്മെന്റ് പരിശീലന സ്ഥാപനങ്ങളുടെ സ്ഥാപകൻ പ്രൊഫസർ ജെ ഫിലിപ്പ്. ഇദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം ഇതാ 60 വർഷങ്ങൾ പിന്നിടുന്നു. ഇന്ന് നമ്മുടെ കൂടെ ഇന്ത്യൻ മാനേജ്മെൻറ്റ് എഡ്യൂക്കേഷൻ ഷേപ്പ് ചെയ്ത ഒരു ട്രൂ വിഷനറി XIME എന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫൗണ്ടറും ബിൽഡറുമായ പ്രൊഫസർ ഫിലിപ്പ്. പ്രൊഫസർ ഫിലിപ്പ്, വെൽക്കം ടു ദിസ് പ്രോഗ്രാം. താങ്ക് യു മെറിറ്റ്. നമുക്ക് തുടങ്ങാം. പ്രൊഫസറിൻ്റെ കുടുംബം, പേരൻസ്, പിള്ളേർ, അവിടെ നമുക്ക് തുടങ്ങാം. I was born in a family called Kapil. അത് പുളിങ്ങതിലാണ്. ആക്ച്വലി ദ വില്ലേജിൻ്റെ പേര് പുന്നക്കുന്ന് എന്നാണ്. അവിടെയാണ് ഞാൻ ജനിച്ചതും വളർന്നതും. മൈ ഫാദർ അഗ്രികൾച്ചറിസ്റ്റ്. നമ്മൾ തേങ്ങയും നെല്ലും കൊണ്ടാണ് ജീവിച്ചത്. മൈ ബ്രദേഴ്സ് ഓൾ കെയിം സക്സസ്ഫുള്ളി. I married from a family called Kondodikal in Vagatanam. Nilama is my wife's name. I had 3 പിള്ളേരുണ്ടായിരുന്നു. I said I had കാരണം മൂത്തയാൾ മരിച്ചുപോയി ഒരു ട്രാജിക് ആക്സിഡൻറ്റിൽ. And the other 2 children, second daughter Sheba is married and she's in the US. She's a medical doctor, a pediatrician, quite good at that. Dad, I love you very much. You've been a great influence to me. I look up to you in so many different ways. You've always been there for me, and I love you dearly, and I appreciate you for everything you've done for me. And my son, he's the youngest one, Anil, about 50 years now. He joined us, he was at IBM as a vice president, and from there recently he moved to Vodafone. He joined as senior vice president. Now he's an executive vice president. At 84 years and 60 years of work under your belt, I see the energy level of a young man, bringing excellence to management education. We live in Koramangala in Bangalore. Once in a while I go to my village, Punnakonnam. പ്രൊഫസർ ഒരു ചെറിയ മലയാളം മീഡിയം സ്കൂളിലാണ് പഠനം തുടങ്ങിയത്. ആ പഠനയാത്ര അവിടുന്ന് ഇന്ത്യയിലെ പല രാജ്യത്തും ഇന്ത്യയുടെ പുറത്തും കൊണ്ടുപോയി. അതിനെപ്പറ്റി നമ്മുടെ കൂടെ ഷെയർ ചെയ്യാമോ? Yeah, true. My primary school was a Malayalam school. Secondary school തുടങ്ങുന്ന ഇംഗ്ലീഷിലാണ്. ബട്ട് 49 എൻ്റെ ഓർമ്മ മലയാളത്തിലേക്ക് പോയി. തിരുവിതാംകൂർ കൊച്ചിയിലെ എഡ്യൂക്കേഷൻ മലയാളത്തിലേക്ക് പോയി സ്കൂളിൽ. സോ ഞങ്ങളായിരുന്നു ഫസ്റ്റ് ബാച്ച്. 51 ഞാൻ സ്കൂൾ പാസ്സാകുന്നത്. അപ്പോൾ സാറന്മാരെല്ലാം ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്നതായതുകൊണ്ട് അവർക്ക് പ്രയാസമായിരുന്നു മലയാളത്തിലേക്ക് സ്വിച്ച് ചെയ്യാൻ. സോ വി വെന്റ് ത്രൂ മലയാളം ആൻഡ് ഇംഗ്ലീഷ് ബോത്ത് ടുഗദർ, ബട്ട് മോസ്റ്റ്ലി ഇംഗ്ലീഷ്. But St. Joseph School, the CMI school, was a fantastic school. It's a great school. Although it is in Pulingunnu, അത് ആ നാട്ടിലുള്ള പിള്ളേരെല്ലാം ചമ്പക്കുളം, മങ്കമ്പ്, തെക്കേക്കര, ചേന്നങ്കരി, കയനകരി, കാവാലം, all those areas, because there are not many schools anywhere around. So St. Joseph's ഒരു great school ആയിരുന്നു. And as I said, the impact of that place was great. അത് കഴിഞ്ഞ് SB കോളേജിൽ പോയി, ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി is my mother's house, ഒളശ. It's a very well-known family. ഇക്കണോമിക്സ് ആയിരുന്നു മൈ സബ്ജക്ട്സ്. അത് കഴിഞ്ഞ് അന്നത്തെ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്ന ലോയേ ഉള്ളൂ. എൻജിനീയറിംഗ് അങ്ങോട്ട് വന്നേ ഉള്ളൂ. മെഡിസിൻ ജസ്റ്റ് സ്റ്റാർട്ടഡ്, മെഡിക്കൽ കോളേജ് just 2 years ago. So when people talk about profession, it was law. So naturally I ended up in the law college after BA. And പ്രാക്ടീസ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത്. ബട്ട് ആക്സിഡൻറ്റ്, മൈ ലൈഫ് വാസ് സീരീസ് ഓഫ് ആക്സിഡൻറ്റ്സ് ഇൻക്ലൂഡിങ് മൈ ഡോട്ടേഴ്സ് ഡെത്ത്. ഒരു ജോലിക്ക് പോയി കൽക്കട്ടയിൽ, ആ ജോലി കിട്ടിയില്ല.
ബട്ട് കിട്ടിയില്ലെന്നുള്ള പിന്നെ അറിയുന്നത്. ബട്ട് കൽക്കട്ടയിൽ പോയപ്പോൾ ഞാൻ വിചാരിച്ച് ജംഷഡ്പൂരിൽ പൊക്കളയാം. അവിടെ ഒരു ഫേമസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അതെല്ലാം അമേരിക്കൻ ജെസ്വിറ്റ്സാണ്. വൺ ഫാദർ മഗ്രാത്ത്, ഗ്രേറ്റ് സോൾ, പുള്ളിയാണ് മീറ്റ് ചെയ്യുന്നത്. ന്യൂയോർക്ക് ഇംഗ്ലീഷാണ്, നമ്മുടെ മലയാളം ഇംഗ്ലീഷാണ്. വി ഹാഡ് പ്രോബ്ലം ഇൻ കമ്മ്യൂണിക്കേറ്റിംഗ്. ബട്ട് സംസാരം കഴിഞ്ഞപ്പം അച്ഛൻ പറഞ്ഞു, വൈ ഡോണ്ട് യു ജോയിൻ ഹിയർ, യു സീം ടു ബി എ സ്മാർട്ട് ബോയ്, ജോയിൻ ഹിയർ. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ്, അൺപ്ലാൻഡ്, ബട്ട് ഐ എം ഷുവർ he has ideas about you, what you should become. അങ്ങനെ ഫാദർ മഗ്രാത്തിൻ്റെ ഇൻസിസ്റ്റൻസിലും പെർസ്വേഷനിലുമാണ് ഞാൻ XLRI ജോയിൻ ചെയ്യുന്നത്. 5 കൊല്ലം കഴിഞ്ഞു അവിടെ ഇരുന്ന്. 66 മുതൽ 71 വരെ അവിടെ ഇരുന്നപ്പം ഒരു ചെറിയ ഇച്ചിങ് തുടങ്ങി കാലിൽ. I said, look, if I had to, and I decided I'll be a teacher, decided I'll be in management teaching. But I was convinced I could never be a good teacher without industry experience. അപ്പോൾ ഇൻഡസ്ട്രി എക്സ്പീരിയൻസ് ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പം ഐ ഗെറ്റ് ഓൾമോസ്റ്റ് an offer. സ്റ്റീൽ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന ഒരു they advertised and applied. എനിക്ക് ജോലി കിട്ടി. I joined as the principal of the Management College of Steel Authority. അത് ഇൻഡസ്ട്രി ജോലി ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം പോയതാണ്. 8 കൊല്ലം അവിടെ ജോലി ചെയ്തു. അപ്പോഴാണ് ഒരു ഓഫർ വരുന്നത് ഓബറോയിന്ന്. ഓബറോയ് ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ്, വിച്ച് ഈസ് എ വെരി പ്രസ്റ്റീജിയസ് ഗ്രൂപ്പ് ആൻഡ് ഇറ്റ്സ് എ ഗ്ലോബൽ വൺ. അവരൊരു വൈസ് പ്രസിഡൻറ്റ് HR വേണം. ആൻഡ് എൻ്റെ പേര് പലരൊക്കെ റെക്കമെൻഡ് ചെയ്തു, ഞങ്ങളെ വന്ന് കാണാമോ. അപ്പം ഞാൻ കൂടെ ഡൽഹി പോകും. സെയിലിൻ്റെ ഹെഡ് ഓഫീസ് ഡൽഹിയിലാണ്. അപ്പം ഞാൻ പറഞ്ഞു അടുത്ത പ്രാവശ്യം വരുമ്പം ഞാൻ വന്ന് കാണാം. പോയി കണ്ടു. വൈസ് ചെയർമാൻ PRS ഓബറോയെ കാണുന്നത്. പുള്ളി കണ്ട് 2 മിനിറ്റ് സംസാരിച്ച് എന്നോട് ചോദിച്ചു, എന്നാ വരുന്നേ, വെൻ ക്യാൻ യു ജോയിൻ? I said, I haven't come to join or even take a job here. Oh, really? I said, yes, because you invited me. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് കണ്ടു കളയാം, സംസാരിക്കാം. Then I'll think it over. No, we want you. I can join maybe later. So he said, when can you join? It's July. So he asked me, when can you? I can join January 18. And I was surprised. He said, we'll wait for you. 6 months he waited for me. അങ്ങനെ 80 ജാനുവരിയിൽ ഞാൻ ഓബറോയുടെ വൈസ് പ്രസിഡന്റ് HR ആയിട്ട് ജോയിൻ ചെയ്തു. പ്രൊഫസർ IIM, അത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെൻറ്റിൻ്റെ ആദ്യത്തെ കാത്തലിക് ഡയറക്ടർ ആയിരുന്നു. അതൊരു വളരെ കൊവറ്റഡ് പൊസിഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ സമയം ഒരു വളരെ പ്രയാസമുള്ള സമയമായിരുന്നു IIM-ൽ എന്ന് കേട്ടിട്ടുണ്ട്. പ്രൊഫസറിൻ്റെ എങ്ങനെ ശക്തി കിട്ടി അതെല്ലാം നാവിഗേറ്റ് ചെയ്യാനായിട്ട്? ഞാൻ അവിടെ വരികയിലായിരുന്നു. ഇഫ് ഐ ന്യൂ ഹൗ ബാഡ് IIM വാസ് അറ്റ് ദാറ്റ് ടൈം. എന്നോട് ചെയർമാൻ വാസ് എ ഗ്രേറ്റ് ഗായ്, Rabid Hussain. So he said, your job is to correct this place and put it back on the rails. But I decided God has put me here and gave me a job and I must do it. 4 years I took to straighten it, and detailed stories are not interest. Can you tell us a little more about Zion? ഞാൻ പലപ്പോഴും അതിനെപ്പറ്റി ആലോചിക്കുമ്പോൾ അതെൻ്റെ ക്രിയേഷൻ അല്ല, അത് അദ്ദേഹത്തിൻ്റെ ക്രിയേഷനാണ്. പറയാം. മദ്രാസിൽ ബ്രിട്ടീഷ് കൗൺസിലിന് ഒരു വലിയൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ദേ ഇൻവൈറ്റഡ് മീ ആസ് ദ ചീഫ് ഗസ്റ്റ്. അപ്പം ഞാൻ ചീഫ് ഗസ്റ്റായിട്ട് പോകുമ്പോൾ ഞാൻ മരിയോട് പറഞ്ഞു, മരിയ വാസ് ഇൻ മദ്രാസ്. ഐ സെഡ്, you also come. And she usually comes whenever I go for a talk. If she is anywhere there, she comes to listen to me. So she also came. ഡിന്നർ കഴിഞ്ഞിട്ട് ഞാൻ അവളെ ഹോസ്റ്റലിലാക്കാൻ വേണ്ടി തിരിച്ചു പോവാണ്. അടയാറിലാണ് ഇവരുടെ കോളേജ്. അവിടത്തേക്ക് പോകുമ്പോൾ ഒരു കോളേജ് അടുക്കാറാകുമ്പം, ഹോസ്റ്റൽ അടുക്കാറാകുമ്പം, maybe another 5 minutes, she asked me again, Daddy, you remember what I told you?
I said, what? You told me several things. Which one is this? She could only speak in English. The business school. I said, what? You must start a business school after your 5 years with IIM Bangalore. And she said, as if somebody was prompting her to tell me, there was the hurry and the compulsion and the emotion with which she said, I was surprised. So when I landed her at the hostel, our last thing was, Daddy, don't forget what I told you, business school. അടുത്ത ആഴ്ച ഞാൻ കാണുന്നത് മരിയയുടെ ഡെഡ് ബോഡിയാണ്. She met with an accident and gone. So our last conversation was this, a business school. Maria's accident was a very difficult accident, very freak accident. അത് ഉണ്ടാകാൻ വലിയ പ്രയാസം. പക്ഷെ ഉണ്ടായി, മരിച്ചു, പോയി. ഒക്ടോബർ 2 അവൾ ഫ്യൂണറൽ. ഞങ്ങൾ സിമെട്രി ബെറിയൽ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ അവളുടെ കോളേജിലുള്ള പിള്ളേരെ മദ്രാസ് സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് ലൈൻഡ് അപ്പ് ബോത്ത് സൈഡ്സ് വിത്ത് ആൻ ആം ബാൻഡ്. മറിയ യു വിൽ ലീവ് ഫോർ എവർ. ദാറ്റ് വാസ് വാട്ട് വാസ് ഇറ്റ്. മറിയ യു വിൽ ലീവ് ഫോർ എവർ. ഇത് ഞാൻ കണ്ട് വരിക. പിള്ളേരെല്ലാം ഇങ്ങനെ ബോത്ത് സൈഡ്സ് ലൈൻഡ് അപ്പ് വിത്ത് ദിസ്. ഇത് കണ്ട് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു, എന്താ ചെയ്യുന്നത്? Then my nephew Thomas, who is now in America, comes and pats on my back and says, Uncle, see what these boys are saying. You must do something for Maria. അന്ന് ഞാൻ തീരുമാനിച്ചു, ഈ ആക്സിഡൻറ്റ് difficult to happen. But it was God's will. He gave her to us and He took her back. But He has gone with a message to me, Daddy, you must start a business school. So I'm pulling ഇന്നലെ വീട്ടിലിരുന്ന് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് I decided Zaim will be formed. He started Zaim after our daughter Maria's death because she had a dream. She told her father, Daddy, why don't you start your own institute instead of struggling? I will come and help you. After her death, it was his idea and his vision to fulfill her dream. And Zaim, the reason is I was part of building of XLRI, and so Xavier became part of me. And I also told അവിടുത്തെ അച്ഛന്മാരോട് പറഞ്ഞു, I'm going to use Xavier. He said, of course you are a Catholic, you can use it. And we'll only be happy if you use Xavier. So Xavier Institute of Management and Entrepreneurship, really the inspiration was Maria. And I decided I will never make it mine. Don't want to make it the families. Mariയുടെ പേരിൽ സൊസൈറ്റിക്കും യൂത്തിനും വേണ്ടിയുള്ള കോൺട്രിബ്യൂഷനാണ് ഇത്. So I decided I'll make it a very different institution. So I went and met the Archbishop of Bangalore, Director of St. John's, Father Percy, spoke to Director XLRI, Father Abraham, and his sister here, and I said, I want you to be, along with me, the founders, a layman inviting the religious to join in a venture which I am starting, and I have the responsibility to find the money. 4 religious. And then I called some of my friends. Particularly there was a great man there, Professor J.D. Chirail, great scientist from Indian Institute of Science and a neighbor. So Professor Chirail, one General Joseph, very senior man, very, very senior man. And then I invited a small entrepreneur from
Mangalore, so that somebody from here also will be there. 4 laymen, 4 religious. ആദ്യത്തെ എക്സ്പെരിമെൻ്റ് ആണ് ലോകത്തിൽ. And I decided Zion itself is a creation from above. So let the founders also be different in a different form. ആ ഒന്ന് ഇപ്പം 3 ഇത് തന്നെ തുടങ്ങിയതിൻ്റെ 4 മടങ്ങായി. ഇവിടെ ഇപ്പോൾ 1,40,000 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. ഇത് കൊച്ചിയും മദ്രാസും ഇതെല്ലാം ഒരിക്കലും ഞാൻ ഡ്രീം ചെയ്തതല്ല. I never thought this was going to happen. I began to think, as Maradona's famous saying, it was God's hand. I began to think it was God's hand which took me all over. ഞാൻ ഈ മരിയയുടെ മരണം കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ I told my wife, we won't get back Maria, she's gone. But I said, I will create every year hundreds of Marias in this country. Hundreds of Marias. And when I see these girls, ഞങ്ങൾക്ക് 60% പിള്ളേരെ ഇവിടെ, highest percentage of പിള്ളേർ പഠിക്കുന്ന, highest in any leading business school. It must be her influence. We don't have any reservation, but they make it. Girls. ഞാൻ ഓർക്കുന്നു 2014 there is a very coveted prize in the country which is based on a competition in Delhi which is conducted by AIMA, All India Management Association. ഈ 2014 it's an all big competition, IIMs and XLRI and SPJ and everybody participate, vigorously fought. ആ കൊല്ലം ഞങ്ങളുടെ 2 പിള്ളേർ ജയിച്ചു. And they are called champions of India. Champions of India. And ജയിച്ചത് പെൺപിള്ളേരാണ്. പ്രൊഫസർ ഓൾമോസ്റ്റ് ഫുൾ പ്രൊഫഷണൽ ലൈഫ് യുവജനങ്ങളുടെ കൂടെ ആയിരുന്നു. ആ എക്സ്പീരിയൻസ് വെച്ച് പ്രൊഫസറിൻ്റെ അഡ്വൈസ് എന്നതാണ് നമ്മുടെ യൂത്ത് കാത്തലിക് ഫോർമേഷൻ അഡ്വാൻസ് ചെയ്യാനായിട്ട്? But the real message that I would like to give you is economics and faith, profession and faith. I think to the young man I would say, please have a role model and look at these people and say, I want to be somebody like this. That's one. And there is no shortcut for that. Thomas Alva Edison, who spent years and years inventing the bulb, which made our life easier. Now you remember there was an old saying, burning the midnight oil. Now nobody has to burn midnight oil. We have the light. It was he. I don't know how many years he spent. And mostly he worked in the night. After the inventing the bulb, in the big celebration that he had with his young colleagues, പുള്ളിയുടെ ലാസ്റ്റ് മെസ്സേജ് ഇതായിരുന്നു. The last message. There is no substitute for hard work. Thomas Alva Edison's last message to his group who worked with him, there is no substitute for hard work. And then he added, we will go rotten without that. We will go rotten without that. Once again, there is no substitute for hard work. And I ask the question to these youngsters, if we are born here, you just want to waste your life? Or you want to become somebody and contribute something to society? And that should be the motto. I want to be somebody and I want to contribute to the society. For you, Professor, and the audience sharing in this program, thank you. Thank you. It was such a pleasure. You gave me a number of tough questions, tough answering. I hope I have done justice. I hope I have some message for the youth. I have finally to say again, youth, you are our future. Keep that in mind. No substitute for hard work. Thank you.